ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൻ്റെയും അതേപോലെ തന്നെ മലയാളം, കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ ആക്ടിവിറ്റീസ്, ഇംഗ്ലീഷിൻ്റെയും ഫുൾ ആക്ടിവിറ്റീസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ ആദ്യത്തെ തന്നെ നമ്മുടെ ഫുഡ് ഫോർ ഹെൽത്ത് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലേ, ആഹാരത്തിലൂടെ ആരോഗ്യം. ഓക്കെ, നമുക്ക് ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് നമ്മൾ എങ്ങനെയെങ്കിലുള്ള ഫുഡ് കഴിച്ചാൽ പോരാ, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി തന്നെ എന്താണ്? പേജ് നമ്പർ 2ാമത്തെ പേജിൽ എന്താണ്? ഈ സം ഫുഡ് ഐറ്റംസ് വി യൂഷ്വലി ഈറ്റ് ആർ ഗിവൺ ഇൻ ദ പിക്ചേഴ്സ്. ഹൗ ക്യാൻ വി ക്ലാസിഫൈ ദം? റൈറ്റ് ഡൗൺ ഇൻ സയൻസ് ഡയറി. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന് അരിവർഗ്ഗങ്ങൾ അല്ലേ, നമ്മൾ സാധാരണ കഴിക്കുന്ന അരി, ഗോതമ്പ്, ഇതിനെ നമ്മൾ സെറിയൽസ് എന്ന് പറയും അല്ലേ, ധാന്യങ്ങൾ വിഭാഗത്തിൽപ്പെടും. രണ്ടാമത്തേത് ഇതെന്താണ്? ഫ്രൂട്ട്സ് ആണല്ലേ. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് എന്ന് എഴുതാം. മൂന്നാമത്തേത് പിക്ചർ സി എന്താണ്? വെജിറ്റബിൾസ് ആണ്. പിന്നെ നെക്സ്റ്റ് നമ്മളിതിന് പറയുക പയറുവർഗ്ഗങ്ങളാണ്. അതായത് ചെറുപയർ, മമ്പയർ, കടല, ഗ്രീൻ പീസ്, അങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങൾ നമ്മൾ പറയുന്ന പേരാണ് പൾസസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? പൾസസ് എന്ന് എഴുതാം. മൂന്നാമത്തെ ഈ എന്താണ്? പിക്ചർ ഈ എന്താണ്? ലീഫി വെജിറ്റബിൾസ് ആണ്. ഇലക്കറികൾ, ചീര, അതേപോലത്തെയുള്ള മുരിങ്ങയില, അങ്ങനെയുള്ള ഇലക്കറികളെയാണ് നമ്മൾ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്ട് ആർ യുവർ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് എമംഗ് ദം? എനി ഡിസ്ലൈക്സ്? വൈ? ഡിസ്കസ് ലിസ്റ്റ് ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് യു യൂഷ്വലി ഈറ്റ് ഇൻ എ ഡേ. അപ്പം നിങ്ങൾ ഒരു ദിവസം സാധാരണ കഴിക്കാറുള്ള ഭക്ഷണം ഏതാണെന്നാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എന്താണ് കഴിക്കുക? ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. അപ്പം നമ്മുടെ ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണമായിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എഴുതാം. ഇവിടെ ഞാൻ മാതൃകയായിട്ട് പുട്ട്, കടല, എഗ്ഗ്. ലഞ്ചിന് നമ്മൾ സാധാരണ എല്ലാവരും ചോറാണല്ലേ കഴിക്കാറ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? റൈസ്, സാമ്പാർ, ഫിഷ്, ക്യാബേജ്, അങ്ങനെ നമ്മൾ എന്താണോ കഴിക്കുന്ന അത് രീതിയിലുള്ളത് അവിടെ എഴുതുക. ഡിന്നറിന് ചപ്പാത്തി, സോയാബീൻ മസാല, ഫ്രൂട്ട്സ്. ഓക്കെ, ഇനി 2-3 കുട്ടികൾ ഉള്ള സംഭാഷണമാണ്. അപ്പോൾ ഒരു കുട്ടി പറയാണ്, മൈ ഫേവറേറ്റ് ഡിഷ് ഈസ് അപ്പം ആൻഡ് ബംഗാൾ ഗ്രാം കറി. അപ്പവും ബംഗാൾ ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലയാണ് കേട്ടോ. കടലക്കറിയും പുട്ടുമാണ് എനിക്കിഷ്ടമെന്ന് ഒരു കുട്ടി പറയാണ്. അപ്പോൾ വേറൊരു കുട്ടി പറയാണ്, ഐ ലവ് പുട്ട് ആൻഡ് ബനാന. എനിക്ക് പുട്ടും ബനാനയുമാണ് ഇഷ്ടം. പിന്നെ വേറൊരു കുട്ടി പറയാം, ഐ ഈറ്റ് നൂഡിൽസ്, മോം പ്രിപ്പയേഴ്സ് നൂഡിൽസ് ഫോർ മീ ഡെയിലി. ഞാൻ നൂഡിൽസാണ് കഴിക്കുക, അമ്മ എനിക്ക് എന്നും നൂഡിൽസ് ഉണ്ടാക്കി തരും എന്നാണ് പറയാം. ഡിഡ് യു നോട്ടീസ് വാട്ട് ദ 3 children said? Will the food they like be enough for the growth and health of these 3? Write down your experience present in class and explain. അപ്പോൾ ഈ 3 പേരും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ കിഡ്സ് ഫേവറേറ്റ് ഫുഡ് മൈറ്റ് നോട്ട് ഹാവ് ഓൾ ദ ന്യൂട്രിയൻസ് ദേ നീഡ്. അപ്പോൾ ഓരോരുത്തർക്കും 3 ഇഷ്ടങ്ങളാണ്. ആ 3 ഇഷ്ടങ്ങളും അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നൽകുന്നതല്ല. അപ്പോൾ ദ കിഡ്സ് ഫേവറേറ്റ് ഫുഡ്സ് മൈറ്റ് നോട്ട് ഹാവ് ഓൾ ദ ന്യൂട്രിയൻസ് ദേ നീഡ്. ഈറ്റിംഗ് ഡിഫറെൻറ്റ് ഫുഡ്സ് ലൈക്ക് ഫ്രൂട്ട്സ്, വെജീസ് ആൻഡ് പ്രോട്ടീൻസ് ഹെൽപ്പ് ദം ഗ്രോ സ്ട്രോങ് ആൻഡ് ഹെൽത്തി. അപ്പോൾ സ്ട്രോങ് ആയിട്ടും ഹെൽത്തി ആയിട്ടും നമ്മൾ വളരണമെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഫുഡ്സ് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് സയൻസ് സ്റ്റഡിയിൽ അത് എഴുതാം. ഇനി അടുത്തത് മേജർ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മേജർ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, വൈറ്റമിൻസ്, മിനറൽ. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട 5 ന്യൂട്രിയൻസ്. ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഓരോന്നായിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. വൈ ഡു വി ഈറ്റ് ന്യൂട്രിയൻ റിച്ച് ഫുഡ്? നമ്മൾ എന്തിനാണ് ഇങ്ങനെ ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടൊരു ഫുഡ് കഴിക്കുന്നത്? അപ്പോൾ എന്താണ്? പേജ് നമ്പർ 9 ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ടു സപ്പോർട്ട് ഗ്രോത്ത്, മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് പ്രിവെൻറ്റ് ഡിസീസ്. നമ്മൾ എന്തിനാണ് കഴിക്കുന്നത്?
ടു സപ്പോർട്ട് ഗ്രോത്ത്, വളർച്ച ഉണ്ടാകാൻ, അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ഹെൽത്ത്, ആരോഗ്യം സംരക്ഷിക്കണം, ആൻഡ് പ്രിവെൻറ്റ് ഡിസീസസ്, രോഗങ്ങളില്ലാതെ നോക്കണം. ഇതിനെയൊക്കെയാണ് നമ്മൾ ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. ഓക്കെ, ഇനി ഫൈൻഡിങ്സ് ഇൻ സയൻസ് ഡയറി. അപ്പോൾ അത് സയൻസ് ഡയറിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, പേജ് നമ്പർ 9. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് എഴുതേണ്ടത്? ന്യൂട്രിയൻസ് ആർ എസെൻഷ്യൽ ഫോർ ഗ്രോത്ത്, ഹെൽത്ത് ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ. അപ്പോൾ ന്യൂട്രിയൻസ് എന്തിനൊക്കെയാണ്? ഗ്രോത്തിനും ഹെൽത്തിനും അതേപോലെ തന്നെ ഡിസീസ് പ്രിവെൻഷൻ, രോഗങ്ങളെ തടയുന്നു. ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് പ്രൊവൈഡ് ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ്. ഓരോ ന്യൂട്രിയൻസും പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസും പലതരത്തിലുള്ള ന്യൂട്രിയൻസും ആണ് ശരീരത്തിന് കൊടുക്കുക. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് തരുന്ന ന്യൂട്രിയൻസ് ആയിരിക്കില്ല ലീഫ് വെജിറ്റബിൾസ് നൽകുന്നത്. അപ്പോൾ ഓരോ ഫുഡ് ഐറ്റംസിനും വ്യത്യസ്തമായിട്ടുള്ള ന്യൂട്രിയൻസ് ആയിരിക്കും നമ്മുടെ ശരീരത്തിന് നൽകുക. ഈറ്റിംഗ് എ വെറൈറ്റി ഓഫ് ഫുഡ് എൻഷുവേഴ്സ് വി ഗെറ്റ് ഓൾ നെസസറി ന്യൂട്രിയൻ റിച്ച് ഫുഡ് സപ്പോർട്ട് ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, ടു ഒബ്റ്റെയിൻ എനർജി. നമുക്ക് എനർജിക്ക് മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ വിശപ്പ് മാറ്റുക, അല്ലെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡ്, അതിന് മാത്രമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ. അപ്പോൾ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമുക്ക് വാട്ട് ആക്ടിവിറ്റീസ് ഡിഡ് യു സീ ഇൻ ദ പിക്ചർ? പിക്ചറിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? ഡോണ്ട് ദീസ് ആക്ടിവിറ്റീസ് റിക്വയർ എനർജി? ഡു ദീസ് ആക്ടിവിറ്റീസ് റിക്വയർ ദ സെയിം എമൗണ്ട് ഓഫ് എനർജി? ഫ്രം വേർ ഇസ് ദ എനർജി റിക്വയർഡ് ഫോർ ദീസ് ആക്ടിവിറ്റീസ് ഒബ്റ്റെയിൻ? ലെറ്റസ് എക്സാമിൻ. അപ്പോൾ ഇതിന് നമ്മൾ ഒരുപാട് പ്രവർത്തനം ഇവിടെ കണ്ടുവല്ലോ. ഓടുന്നു, ചാടുന്നു, കളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എല്ലാം ആവശ്യമായിട്ടുള്ള എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പിന്നെ എല്ലാ പ്രവൃത്തിക്കും നമുക്ക് ഒരേ എനർജിയാണോ വേണ്ടത് എന്നൊക്കെയാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്നത് ഡെയിലി ആക്ടിവിറ്റീസാണ്. വി എൻഗേജ് ഇൻ വാരിയസ് ആക്ടിവിറ്റി ലൈക്ക് സ്റ്റഡിയും, പ്ലേയും, വാക്കിംഗ്, റണ്ണിങ്. നമ്മൾ പലതരം ആക്ടിവിറ്റീസിലാണല്ലോ ഓരോ ദിവസം ഏർപ്പെടുക. ഓടുക, ചാടുക, പഠിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് റിക്വയർ ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് എനർജി. ഓരോ ആക്ടിവിറ്റീസിനും വ്യത്യസ്ത അളവിലാണ് എനർജി വേണ്ടത്. ഇപ്പോൾ റണ്ണിങ് റിക്വയർസ് മോർ എനർജി ദാൻ വാക്കിംഗ്. എക്സാമ്പിളായിട്ട് പറയാന്ന് വെച്ചാൽ, ഓടുന്ന ആൾക്ക് നടക്കുന്ന ആളിനേക്കാൾ കൂടുതൽ എനർജി വേണം. ഓക്കെ, ദ എനർജി റിക്വയർഡ് ഫോർ ദീസ് ആക്ടിവിറ്റീസ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫുഡ് വി ഈറ്റ്. ഇതിനുള്ളൊക്കെ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതിനുള്ള വേണ്ട എനർജിയൊക്കെ നമുക്ക് കിട്ടുന്ന എവിടെയാണ്? ഫ്രം ദ ഫുഡ് വി ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ എനർജിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഫ്രം ദ ഫുഡ് വി ഈറ്റ്. ഫുഡ് പ്രൊവൈഡ്സ് ദ നെസസറി ഫ്യൂവൽ ഫോർ അവർ ബോഡീസ് ടു ഫങ്ഷൻ. നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യാനുള്ള ഇന്ധനം, ഫ്യൂവൽ കിട്ടുന്ന എവിടെ നിന്നാണ്? ഫുഡിൽ നിന്നാണ്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് നമ്മൾ പറഞ്ഞല്ലോ. 5 ന്യൂട്രിയൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഫസ്റ്റാണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് മീൻസ് നമ്മുടെ അരി, അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിരിക്കുന്നത്. അപ്പം എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. അപ്പം നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നത് ഇതിൽ നിന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രധാനമായിട്ടും മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സിനാണ്. കാർബോഹൈഡ്രേറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഫുഡ് ഐറ്റംസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ലൈക്ക് സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബേഴ്സ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ വിവിധ രൂപങ്ങളിലാണ്, ഡിഫറെൻറ്റ് ഫോംസിലാണ് കാണുന്നത്. അത് ഏതൊക്കെ രൂപത്തിലാണ്? ഗ്ലൂക്കോസ്, ഷുഗർ, അതേപോലെ സെല്ലുലോസ്, സ്റ്റാർച്ച്, ഈ രൂപത്തിലാണ്. സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് ഇൻ അബണ്ടൻസ് ഇൻ സെറിയൽസ് ആൻഡ് ട്യൂബേഴ്സ്. അപ്പോൾ ഈ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിഴങ്ങ് വർഗ്ഗങ്ങൾ. സെറിയൽസ് എന്ന് പറഞ്ഞിട്ട് ധാന്യവർഗ്ഗങ്ങൾ. ധാന്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അരി, ഗോതമ്പ്, ബാർലി, ഇതൊക്കെയാണ് സെറിയൽസ് എന്ന് പറയുന്നത്. അതാണ് ധാന്യങ്ങൾ. ട്യൂബേഴ്സ് എന്ന് പറഞ്ഞത് എന്താണ്? കിഴങ്ങ് വർഗ്ഗങ്ങൾ. അതായത് ഉരുളക്കിഴങ്ങ്. ട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ്, അതേപോലെ തന്നെ കപ്പ, മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാറ്റോ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്യൂബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സെറിയൽസും ട്യൂബേഴ്സിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡ് മോർ ഇൻ അവർ ഡയറ്റ് ടു ഗെറ്റ് റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി? അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി ലഭിക്കണമെങ്കിൽ നമ്മൾ എത്ര ഭക്ഷണം ഉൾപ്പെടുത്തണം?
ഡു ഓൾ ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ സ്റ്റാർച്ച്? വാട്ട് ഡു യു തിങ്ക്? എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ഈ സ്റ്റാർച്ച് ഉണ്ടോ? ഇതൊക്കെ എങ്ങനെ നമ്മൾ കണ്ടെത്തും? അതിനായിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൻ്റെ പേരെന്നാണ് അയോഡിൻ ടെസ്റ്റ്. ഓക്കെ, അയോഡിൻ ടെസ്റ്റാണ് ഈ ടെസ്റ്റിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ സോഴ്സസ് ഓഫ് എനർജി ഫോർ ദ ബോഡി? എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ്. വാട്ട് ആർ സം ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ഫുഡ്? ഫുഡിലുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫോംസ് എന്തൊക്കെയാണ്? സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബേഴ്സ്. വിച്ച് ഫുഡ് ഐറ്റംസ് ആർ റിച്ച് ഇൻ സ്റ്റാർച്ച്? സ്റ്റാർച്ച് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതാണ്? സെറിയൽസ് ആൻഡ് ട്യൂബേഴ്സ്. ഡസ് മിൽക്ക് കണ്ടെയ്ൻ സ്റ്റാർച്ച്? മിൽക്കിൽ സ്റ്റാർച്ച് ഉണ്ടോ? നോ, മിൽക്ക് ഡസ് നോട്ട് കണ്ടെയ്ൻ സ്റ്റാർച്ച്. ഹൗ ക്യാൻ വി ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച് ഇൻ ഫുഡ്? ഫുഡിൽ എങ്ങനെ സ്റ്റാർച്ച് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാം. വി ക്യാൻ ഡു എക്സ്പെരിമെൻറ്റ് യൂസിങ് അയോഡിൻ സൊല്യൂഷൻ. നമുക്കത് എങ്ങനെ ചെയ്യാം? അയോഡിൻ സൊല്യൂഷൻ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇഫ് ദ ഫുഡ് ഐറ്റംസ് ടേൺസ് ബ്ലൂ ബ്ലാക്ക് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. അപ്പോൾ അതിലൊരു നീല ബ്ലൂ കളർ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിൽ അയോഡിൻ ഉണ്ടെന്ന്. അതെങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക? ആ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ എക്സ്പെരിമെൻറ്റ് നോട്ട് എഴുതുമ്പോൾ എയിം, മെറ്റീരിയൽ, പ്രൊസീജിയർ, പിന്നെ ഒബ്സർവേഷൻ, ഈ 4 കാര്യങ്ങളും മസ്റ്റായിട്ട് എഴുതേണ്ടതാണ്. എയിം ടു ഡിറ്റക്റ്റ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ മിൽക്ക് ആൻഡ് റൈസ് വാട്ടർ. എന്തിനാണ് നമ്മൾ എയിം ചെയ്യുന്നത്? മിൽക്കിലും അതേപോലെ റൈസ് വാട്ടറിലും സ്റ്റാർച്ച് ഉണ്ടോ എന്നാണ് നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്നത്. മെറ്റീരിയൽസ് വേണ്ട എന്താ? 2 ടെസ്റ്റ് ട്യൂബ്സ്, മിൽക്ക്, റൈസ് വാട്ടർ, ഡൈല്യൂട്ടഡ് അയോഡിൻ സൊല്യൂഷൻ. പ്രൊസീജിയർ പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ടേക്ക് 2 ടെസ്റ്റ് ട്യൂബ്സ്, 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. 1 ടെസ്റ്റ് ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത് മിൽക്ക് ആൻഡ് അതർ ഈസ് ഫിൽഡ് വിത്ത് റൈസ് വാട്ടർ. ഒന്നിൽ എന്താക്കുക? ഒന്നിൽ നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുക, റൈസ് വാട്ടർ എടുക്കുക. ഒന്നിൽ എന്ത് ചെയ്യുക? ഒന്നിൽ നമ്മൾ മിൽക്ക് വേ എടുക്കുക. ആൻഡ് 2 or 3 ഡ്രോപ്സ് ഓഫ് അയോഡിൻ സൊല്യൂഷൻ ടു ഈച്ച് ടെസ്റ്റ് ട്യൂബ്. 2 ടെസ്റ്റ് ട്യൂബിലും എന്താണ്? അയോഡിൻ സൊല്യൂഷന് 2-3 തുള്ളി ചേർക്കുക. ഒബ്സർവ് ദ കളർ ചേഞ്ച് ഓഫ് ലിക്വിഡ്സ് ഇൻ ബോത്ത് ടെസ്റ്റ് ട്യൂബ്സ്. അപ്പോൾ ഈ കളർ മാറുന്ന കാണാം. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ അബ്സർവ് ചെയ്യുക. അബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒബ്സർവേഷൻ എന്താ കിട്ടുന്നത്? റൈസ് വാട്ടർ ടേൺസ് ഡാർക്ക് ബ്ലൂ ഇൻ കളർ. അപ്പോൾ റൈസ് വാട്ടറിൽ കഞ്ഞിവെള്ളം നല്ല ഡാർക്ക് ബ്ലൂ ആയി മാറുന്നുണ്ട്. ദർ ഈസ് നോ കളർ ചേഞ്ച് ഇൻ മിൽക്ക്. മിൽക്കിലാണെച്ചാൽ എന്തില്ല? കളർ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇൻഫറൻസ് എന്ത് എഴുതാം? നമുക്ക് എന്താണ് നിരീക്ഷണക്കുറിപ്പ് എഴുതാൻ പറ്റുക? റൈസ് വാട്ടർ കണ്ടെയ്ൻസ് പ്ലെൻറ്റി ഓഫ് സ്റ്റാർച്ച്, മിൽക്ക് ഡസ് നോട്ട് കണ്ടെയ്ൻ സ്റ്റാർച്ച്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് സ്റ്റാർച്ച് ഉണ്ട്, എന്നാൽ മിൽക്കിൽ സ്റ്റാർച്ച് ഇല്ല. ഓക്കെ, അപ്പോൾ അയോഡിൻ ടെസ്റ്റാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ എക്സ്പെരിമെൻറ്റ് നോട്ടും എഴുതി. ഇനി പേജ് നമ്പർ 11 കേട്ടോ. അതിലുള്ള ഒരു ടേബിളാണ് ഫസ്റ്റിൽ. ഫുഡ് ഐറ്റംസും ചേഞ്ച് ഇൻ കളർ വെൻ അയോഡിൻ സൊല്യൂഷൻ ഇൻ ആഡഡ്. അപ്പോൾ ഫുഡ് കളറും പിന്നെ അയോഡിന് ചേർത്തപ്പോൾ ഉണ്ടായിരുന്ന പിന്നെ ഫുഡ് കളറിലുണ്ടായ മാറ്റങ്ങൾ, ഫുഡിലുണ്ടായ മാറ്റങ്ങൾ. ഇപ്പം പൊട്ടറ്റോ ആണ്, അതിന് ഡാർക്ക് ബ്ലൂ ആണ്. ഡാർക്ക് ബ്ലൂ എന്ന് പറയുമ്പോൾ അതിലെന്താണ് അർത്ഥം? പൊട്ടറ്റോയിൽ ഒരുപാട് സ്റ്റാർച്ച് ഉണ്ട്. കുക്കമ്പർ നോ കളർ, കുക്കമ്പറിൽ ഒരു കളറും ചേഞ്ചും ഇല്ല. മൈദ ഡാർക്ക് ബ്ലൂ ആണ്. എഗ് വൈറ്റ് നോ കളർ ചേഞ്ച്. കോക്കനട്ട് വാട്ടർ നോ കളർ. അപ്പോൾ കളർ ചേഞ്ച് ഇല്ലാത്തതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിൽ സ്റ്റാർച്ച് ഇല്ലയെന്ന് മനസ്സിലാക്കാം. നീളം ബ്ലൂ കളർ, ഡാർക്ക് ബ്ലൂ ഉണ്ടെങ്കിൽ അതിൽ ധാരാളം സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫുഡ് ഐറ്റംസ് വിത്ത് മോർ സ്റ്റാർച്ച് കണ്ടൻറ്റ്. അപ്പോൾ സ്റ്റാർച്ച് കണ്ടൻറ്റ് ഉള്ള ഫുഡ് ഐറ്റംസ് ഏതാണ്? കൂടുതൽ സ്റ്റാർച്ച് ഐറ്റംസ് ഉള്ളത് റൈസ്, നമ്മുടെ അരി, പിന്നെ പൊട്ടറ്റോസ്, ബ്രെഡ്, സെറിയൽസ് ലൈക്ക് വീറ്റ്, ഓട്സ്, ഇതിലൊക്കെ ഒരുപാട് സ്റ്റാർച്ച് ഉണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ആര്? പ്രോട്ടീൻ. നമ്മൾ കാർബോഹൈഡ്രേറ്റ്, നമുക്ക് 5 ന്യൂട്രിയൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കാർബോഹൈഡ്രേറ്റ്. സെക്കൻഡ് വൺ എന്താണ്? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് ഐറ്റംസ് നമ്മൾ പഠിച്ചു. ആ അയോഡിൻ ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സാമിന് പല രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് പ്രോട്ടീനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അതിൽ അമ്മ പറയാണ്, മൈ സൺ ഓൾവേസ് ഈസ് ദാറ്റ് ഹി ഫീൽസ് വെരി ടയർഡ്, ഹി ഡസൻറ്റ് ഹാവ് ദ എനർജി ടു ഡു എവറിത്തിങ്. എൻ്റെ മകൻ പറയണത് എനിക്ക് എപ്പോഴും ക്ഷീണമെന്നാണ് പറയുന്നത്, ഒന്നും ചെയ്യാനുള്ള ഉഷാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറയണത് ദ ചൈൽഡ് ഹാസ് ഗ്രോത്ത് ഇഷ്യൂസ്, കുട്ടിക്ക് വളർച്ച കുറവുണ്ട്. അപ്പോൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം? ഗീവ് ഹിം ലൈക്ക് എഗ്, ഗ്രീൻ ഗ്രാം, ഗ്രൗണ്ട് നട്ട്, ഫിഷ്, മിൽക്ക് എക്സെട്ര ഇൻ പ്ലെൻറ്റി. ഇതൊക്കെ
ഇതൊക്കെ അവനിക്ക് ധാരാളമായിട്ട് കൊടുക്കണമെന്ന് പറയാണ്. ഡിഡ് യു നോട്ടീസ് വാട്ട് ദ ഡോക്ടർ ടോൾഡ് ദ ചൈൽഡ്സ് മോം? വൈ ഡസ് ദ ഡോക്ടർ സേ സോ? എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? കുട്ടിക്ക് വളർച്ചക്കുറവുണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? കുട്ടിക്ക് ധാരാളം പിന്നെ എന്തൊക്കെ കൊടുക്കണം? എഗ്ഗ് കൊടുക്കണം. ഗ്രീൻ ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ ഗ്രാം ചെറുപയറാണ്. അതേപോലെ മത്സ്യം കൊടുക്കണം, ഫിഷ്, മിൽക്ക്, ഇതൊക്കെ ധാരാളമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ്? ഹെൽത്ത് ക്ലബ്ബ് ഒരു പരിപാടിയിൽ ഡയറ്റീഷ്യൻ പറഞ്ഞത് കേൾക്കുക. പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയൻറ്റ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. അപ്പം പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്തിനാണ്? എസെൻഷ്യൽ ഫോർ ഗ്രോത്ത്, ബോഡി ബിൽഡിംഗ്, നമ്മുടെ ശരീരം വളരാൻ അത് വളരെ അത്യാവശ്യമാണ്. പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് മസിൽസ്. പ്രോട്ടീൻ എന്തിനൊക്കെയാണ്? മസിൽസിൻ്റെ വളർച്ചയ്ക്ക്, അതേപോലെ ഹെയർ, സ്കിൻ, ഇതൊക്കെ പ്രോട്ടീനാണ് ആവശ്യമാണ്. മോർ ഓവർ പ്രോട്ടീൻ പ്രൊവൈഡ് എനർജി. അങ്ങനെ പ്രോട്ടീന് എനർജിയും പ്രൊവൈഡ് ചെയ്യുന്നു. ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കോസസ് ഡിസീസസ് ലൈക്ക് കോഷിയോക്കർ ആൻഡ് മരാസ്മസ്. അപ്പോൾ പ്രോട്ടീൻ്റെ കുറവ് മൂലം എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? കോഷിയോക്കർ ഉണ്ടാകുന്നുണ്ട്, മരാസ്മസ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ കോഷിയോക്കർ, മരാസ്മസ് ഇത് നമുക്ക് എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ എന്തൊക്കെയാണ്? എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്, മെയിൻറ്റെയിൻ ഹെൽത്ത് ഓഫ് മസിൽസ്, ഹെയർ ആൻഡ് സ്കിൻ, പ്രൊവൈഡ്സ് എനർജി. ഈ 3 കാര്യങ്ങളാണ് പ്രോട്ടീന് നമുക്ക് ശരീരത്തിൽ ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് എന്താ? ഡിസീസ് കോസ്ഡ് ബൈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി. പ്രോട്ടീൻ ഡെഫിഷ്യൻസി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. 2 എണ്ണം ഉണ്ട്, ക്വാഷിയോക്കർ, മരാസ്മസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫുഡ് ഐറ്റംസ് റിച്ച് ഇൻ പ്രോട്ടീൻ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഏതൊക്കെയാണ്? എഗ്ഗ്, ഗ്രീൻ ഗ്രാം, ഗ്രൗണ്ട് നട്ട്, ഫിഷ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഒരു പേജ് നമ്പർ 12 ഇങ്ങനെ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. പ്രോട്ടീൻ്റെ വാട്ട് ആർ ദ ഫങ്ഷൻ ഓഫ് പ്രോട്ടീൻ അത് നമ്മളിവിടെ പറഞ്ഞു. ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് വാട്ട് ആർ ദ ഡിസീസസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ, അതും നമ്മൾ പറഞ്ഞു. കോഷിയോക്കർ, മരാസ്മസ് ആണ്. ഇനി പിക്ചേഴ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ദാറ്റ് കണ്ടെയ്ൻ പ്രോട്ടീൻസ് ആർ ഗിവൻ, ഐഡൻറ്റിഫൈ ദം റൈറ്റ്. ഇനി പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ഗ്രീൻ ഗ്രാം ആണല്ലോ, ചെറുപയറാണ്. അപ്പോൾ ഗ്രീൻ ഗ്രാം എന്ന് എഴുതാം. പിന്നെ നെക്സ്റ്റ് എന്താണ്? ഇത് പനീറാണ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാഷ്യൂനട്ടാണ്, ഇത് ഗ്രൗണ്ട് നട്ട്, നിലക്കടല. പിന്നെ മീറ്റാണ്, പിന്നെ ഫിഷ്. പിന്നെ ഇത് നിങ്ങൾക്കറിയാലോ എഗ്ഗാണ് അല്ലേ, എഗ്ഗാണ്, എഗ്ഗ്. ഇനി അടുത്തത് മിൽക്കാണ്. ഇത്രയാണ് എന്തുള്ളത്? പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഉള്ളത്. ഇനി പേജ് നമ്പർ 30 പോകാം നമുക്ക്. വിച്ച് ഫുഡ് ഐറ്റംസ് എമംഗ് ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ യുവർ ഡയറ്റ്? നിങ്ങളുടെ ഡയറ്റിൽ എന്തൊക്കെ ഭക്ഷണമുണ്ട് അത് ഡിസ്കസ് ചെയ്യാം. ദർ ആർ മേ ബി വെജിറ്റേറിയൻ എമംഗ് ദം. ഇതിൽ എന്താണ് ഫിഷും മീറ്റൊന്നും കഴിക്കാത്ത വെജിറ്റേറിയൻസ് ഉണ്ടാവും. വാട്ട് ഫുഡ് ഐറ്റംസ് ആർ ബി ഇൻക്ലൂഡഡ് ഇൻ ദയർ ഡയറ്റ് ടു കോമ്പൻസേറ്റ് ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ? അപ്പോൾ അങ്ങനെയുള്ളവർ ഈ പ്രോട്ടീൻ്റെ കുറവ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് കഴിക്കണം? ഫൈൻഡ് ഔട്ട് മോർ ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ പ്രോട്ടീൻ ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ സയൻസ് ഡയറിയിൽ എഴുതാനാണ്. Proteins are essential nutrients for growth, body building and energy. They maintain muscle, hair and skin health. Good sources include egg, fish, milk, legumes like lentils and chickpeas, nuts and seeds. Vegetarians can get protein from plant-based sources like legumes, nuts and soya products. Protein deficiency can cause diseases like kwashiorkor and marasmus. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാം. ഇനി നെക്സ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3ാമത്തെ ന്യൂട്രിയൻസ് 2 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഡെഫിഷ്യൻസി, അതിൻ്റെ ഫുഡ് ഐറ്റംസ്, അത് ഏതൊക്കെ ഫുഡിലാണുള്ളത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള 3ാമത്തെ ന്യൂട്രിയൻസ് ആണ് ഫാറ്റ്. ഫാറ്റ് നിങ്ങൾക്കറിയാലോ, കൊഴുപ്പ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കഴിഞ്ഞ് ഫാറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് വി കൺസ്യൂം ഈക്വൽ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്, വി വിൽ ഗെറ്റ് മോർ എനർജി ഫ്രം ഫാറ്റ്. നമ്മൾ ഒരേ അളവിലിപ്പം പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും കഴിക്കണം. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ 3 സംഭവങ്ങളിൽ നിന്ന്, ന്യൂട്രിയൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് ഏതെന്നാന്ന് വെച്ചാൽ നമുക്ക് ഫാറ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഫാറ്റ് ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വെദർ ദ ഫുഡ് വി ഈറ്റ് കണ്ടെയ്ൻ ഫാറ്റ്? ഡു ദിസ് ആക്ടിവിറ്റി ടു ഫൈൻഡ് അവർ പ്രസൻസ് ഓഫ് ഫാറ്റ് ഇൻ അവർ ഡയറ്റ്. അപ്പോൾ ഫാറ്റ് ഉണ്ടോ എന്ന്, നമ്മുടെ ഭക്ഷണത്തിൽ ഫാറ്റ് ഉണ്ടോ എന്ന് അറിയാൻ നമ്മൾ ഒരു
ആക്ടിവിറ്റി ചെയ്യണം. എങ്ങനെയാണ്? ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് എ ഡ്രോപ്പ് ഓഫ് ഓയിൽ ഓൺ ഇറ്റ്. ഒരു പേപ്പർ എടുക്കുക, അതിലൊരു തുള്ളി എണ്ണ ഒഴിക്കുക. ഒബ്സർവ് ദ പേപ്പർ നോക്കുക. ലൈക്ക് വൈസ് പുട്ട് എ ഡ്രോപ്പ് ഓഫ് ഗീ ഓൺ അനദർ പീസ് ഓഫ് പേപ്പർ. ഐഡൻറ്റിഫൈ ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ബൈ ഒബ്സർവിംഗ് ദ ചേഞ്ചസ് ഇൻ ദ പേപ്പർ വെൻ ഗീ ആൻഡ് ഓയിൽ വെർ ആഡഡ്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ്സ് റബ്ബിംഗ് ദ ഫുഡ് ഐറ്റംസ് ഗിവൺ ബിലോ ഓൺ ദ ബട്ടൺ. ലിസ്റ്റ് ദം, ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ 2 പേപ്പർ എടുക്കുക. ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൽ ഒരു തുള്ളി എണ്ണ ഒഴിക്കുക. അതേപോലെ തന്നെ ഒരു പേപ്പറിൽ ഗീ ഒഴിച്ച് നോക്കുക. അപ്പോൾ എണ്ണയും നെയ്യും പേപ്പർ ഒഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പം ചില ഫുഡ് ഐറ്റംസും ഒക്കെ തന്നിട്ടുണ്ട്, അത് എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഹൗ ക്യാൻ വി ടെസ്റ്റ് ഫോർ ഫാറ്റ് ഇൻ ഫുഡിൽ ഫാറ്റ് ഉണ്ടോയെന്ന് എങ്ങനെ? ബൈ റബ്ബിംഗ് ദ ഫുഡ് ഐറ്റംസ് ഓൺ എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് ഒബ്സർവിംഗ് ഫോർ എ ട്രാൻസ്കുലൻ സ്പോട്ട്. വിച്ച് ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ ഫാറ്റ് ഉള്ളത് ഏതൊക്കെയാണ്? ചിപ്സ്, സീസം, ഡ്രൈഡ് കോക്കനട്ട്, ഗ്രൗണ്ട് നട്ട്സ് ആൻഡ് അതർ നട്ട്സ് ആൻഡ് ഓയിൽസ്. ഇനി ഫുഡ് ഐറ്റംസ് ഒബ്സർവേഷനുമാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ ചിപ്സിൽ അതേപോലെ തന്നെ റോ ബനാന, ക്രഷ്ഡ് സീസം, അതേപോലെ ഡ്രൈഡ് കോക്കനട്ട്, ക്രഷ്ഡ് ഗ്രോനട്ട്, ഇതിലൊക്കെ ഫാറ്റ് ഉണ്ടോയെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ നമ്മൾ ഓയിൽ ചിപ്സിൽ നോക്കാന്ന് വെച്ചാൽ പേപ്പർ എന്തായിരിക്കും? ഓയിലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഓയിലിന്ന് എഴുതാം. ഓക്കെ. പിന്നെ റോ ബനാനയിൽ നോട്ട് ഓയിലി, റോ ബനാനയിൽ അത്ര നോട്ട് ഓയിലിന്ന് എഴുതാം. ഓക്കെ, അത്ര ഓയിൽ ഉണ്ടാവില്ല. അതേപോലെ ക്രഷ്ഡ് സീസമിൽ പേപ്പർ എന്തായിരിക്കും? ഓയിലി ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഓയിലിന്ന് എഴുതാം. അതേപോലെ ഡ്രൈഡ് കോക്കനറ്റിലും പേപ്പർ എന്തായിരിക്കും? ഓയിലായിരിക്കും. ഉണക്കത്തേങ്ങല്ലേ, അതിലും ഉണങ്ങിയ തേങ്ങയിലും എന്തായിരിക്കും? ഓയിലുണ്ടാവും. അപ്പോൾ ഓയിലിന്ന് എഴുതാം. പിന്നെ ക്രഷ്ഡ് ഗ്രോനട്ട്, അതിലും പേപ്പർ എന്തായിരിക്കും? ഓയിലി ആയിരിക്കും. ഇതിലിപ്പോൾ ഓയിലി അല്ലാത്തത് ഏതാണ്? റോ ബനാന മാത്രമാണ് നോട്ട് ഓയിൽ. ബാക്കി എല്ലാ എണ്ണത്തിലും എന്തായിരിക്കും? നമ്മൾ പേപ്പറിൽ റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് കാണാം. അപ്പോൾ ബാക്കിയെല്ലാം എന്താണ്? ഓയിലി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ ക്ലാസിഫൈ ഗിവൺ വിച്ച് ഫാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ഫാറ്റ് ഒബ്റ്റൈൻഡ് ആനിമൽസ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് 2 തരം കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളിലുണ്ട്. അതായത് ഓയിലുണ്ട്, ഗീ ഉണ്ട്, മീറ്റ് ഉണ്ട്, എഗ്ഗ് ഉണ്ട്, കോക്കനട്ട് ഉണ്ട്, സീസം എന്ന് പറഞ്ഞാൽ എള്ള്, അതേപോലെ മസ്റ്റാർഡ്, കടുക്, ഗ്രൗണ്ട് നട്ട് എന്ന് പറഞ്ഞാൽ നിലക്കടല, മിൽക്ക്, ബട്ടർ. ഇതിൽ നിന്ന് നമുക്ക് സസ്യങ്ങളിൽ നിന്ന്, പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും കിട്ടുന്ന ഏതാണെന്ന് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് നിങ്ങൾക്കറിയാം, കോക്കനട്ട് ഓയിലാണ്. ഇതെന്താണ്? കോക്കനട്ട് ഓയിൽ. ഫസ്റ്റ് ഉള്ളത് കോക്കനട്ട് ഓയിലാണ്. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തത് ഗീ ആണ്. GHEE. രണ്ടാമത്തെ എന്താണ്? ഗീ ആണ്. മൂന്നാമത്തത് ഫിഷ് ഓയിലാണ്. എന്താണ്? ഫിഷ് ഓയിലാണ്. മൂന്നാമത്തേത് ഫിഷ് ഓയിലാണ്, മത്സ്യ എണ്ണയാണ്. ഇത് ബട്ടറാണ്. BUTTER, ബട്ടർ. ഇനി ഇത് എന്താണ്? സൺഫ്ലവർ ഓയിലാണ്. അടുത്ത എന്താണ്? ലാസ്റ്റ് വണ്ണ് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സൺഫ്ലവർ ഓയിലുണ്ട്, അതേപോലെ തന്നെ കോക്കനട്ട് ഓയിലുണ്ട്, ഗീ ഉണ്ട്, പിന്നെ ഫിഷ് ഓയിലുണ്ട്, ബട്ടർ ഉണ്ട്, സൺഫ്ലവർ ഓയിലുണ്ട്. ഓക്കെ. ഇനി ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചെഴുതണം. എന്താണ്? പേജ് നമ്പർ 14 ഉള്ളതാണ്. ഇത് ഫാറ്റ് ഫ്രം പ്ലാന്റ്സും ഫാറ്റ് ഫ്രം ആനിമൽസും നമ്മൾ തിരിച്ചെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാറ്റ് ഫ്രം പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിലുണ്ട്, ഫാറ്റ് ഫ്രം ആനിമൽസ് എന്ന് പറയുമ്പോൾ ഫിഷ് ഓയിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏതൊക്കെ എഴുതാം? സൺഫ്ലവർ ഓയിൽ ഇതിൽ നമുക്ക് എഴുതാം. പ്ലാന്റിൽ നിന്നുള്ളതാണ് സൺഫ്ലവർ ഓയിൽ. അതേപോലെ തന്നെ ഗീ, ബട്ടർ ഇവിടെ എഴുതാം. ഗീയും അതേപോലെ ബട്ടറും ആനിമൽസിൽ നിന്ന് വരുന്നതാണ്. ഗീ, ബട്ടർ. അപ്പോൾ അത് രണ്ടും നമ്മൾ എഴുതി. ഇനി കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എഴുതാം. കൂടുതൽ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതണമെങ്കിൽ നമുക്ക് എഴുതാം. ഫാറ്റ് ഫ്രം പ്ലാന്റ് സോഴ്സസ്, നട്ട്സ് ആൻഡ് സീഡ്സ്, അതായത് ഗ്രൗണ്ട് നട്ട്സ്, സീസം സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്, ആൽമണ്ട്സ്, വാൾനട്ട്. ഓയിൽ, ഒലീവ് ഓയിൽ, കനോല ഓയിൽ, പീനട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, പാം ഓയിൽ. ഇതൊക്കെ എന്താണ്? പ്ലാന്റ് സോഴ്സസ് എന്നാണ്. ആനിമൽ സോഴ്സ് എന്നുള്ള എന്താണ്? മിൽക്ക്, ബട്ടർ, ചീസ്, ക്രീം, ഐസ്ക്രീം, ഫാറ്റി കട്ട്സ് ഓഫ് മീറ്റ്, സോസേജ്, ചിക്കൻ സ്കിന്ന്, ഹോൾ എഗ്സ്. ഇതൊക്കെ ആനിമൽസിൽ നിന്നുള്ള ഫാറ്റുകളാണ്. നിങ്ങളുടെ അറിവിലേക്ക് മാത്രമാണ്. സയൻസ് ഡയറിയിൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്തത് കൊളസ്ട്രോളിനെ കുറിച്ചാണ്.
കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഫാറ്റിൻ്റെ വേറൊരു രൂപമാണ്. ഹാവ് യു ഹിയർഡ് ഡോക്ടേഴ്സ് അഡ്വൈസ് നോട്ട് ടു ഈറ്റ് ടു മച്ച് ഫാറ്റി ഫുഡ്. കൂടുതൽ ഫാറ്റി ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല. കാരണം എന്താണ്? കൊളസ്ട്രോൾ ഈസ് എ ഫോം ഓഫ് ഫാറ്റിൻ്റെ വേറെ രൂപമാണ് എന്ത്? കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. എ മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഈസ് റിക്വയർഡ് ഫോർ ദ ബോഡി. ഇഫ് ദർ ഈസ് എക്സസ് കൊളസ്ട്രോൾ ഇൻ ദ ബ്ലഡ് ഇറ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ഇന്നർ വാൾ ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് പ്രിവെൻറ്റ് ബ്ലഡ് ഫ്ലോ. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് നമുക്ക് ഫാറ്റൊക്കെ കഴിക്കാം, പക്ഷെ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ ഹാർട്ടിൻ്റെ ഇന്നർ വാളിലൊക്കെ ആ ബ്ലഡ് വെസൽസിൻ്റെയൊക്കെ ഒഴുക്കൊക്കെ തടസ്സപ്പെടും. അങ്ങനെ നമുക്ക് ഹാർട്ട് ഡിസീസസ് ലൈക്ക് സ്ട്രോക്ക് ഹാർട്ട് ഫെയിലിയറും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം കൂടുതൽ എന്താണ്? കൊളസ്ട്രോൾ നമ്മൾ കൂടുതൽ ഫാറ്റി ഫുഡ് നമ്മൾ കഴിക്കുന്നത് അത്ര നല്ലതല്ല. Okay, what is cholesterol? Cholesterol is a form of fat found in the blood. Why is excessive cholesterol in the blood harmful? Excess cholesterol can deposit in blood vessels, restricting blood flow. What diseases can high cholesterol lead to? High cholesterol എന്ന് പറഞ്ഞാൽ high cholesterol can lead to heart diseases like stroke and heart attack. ഓക്കെ, ഇനി അടുത്ത നമ്മളുടെ നാലാമത്തേത് വൈറ്റമിൻസ് ആണ്. ഇപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്സ് പഠിച്ചതിന് ഇനി നമുക്ക് വൈറ്റമിൻസ് ആണ്. പേജ് നമ്പർ 14. ഇപ്പോൾ വൈറ്റമിൻസിൽ എന്താണ്? ഹാവ് യു ഹിയർഡ് വിറ്റാമിനുകൾ അല്ലെങ്കിൽ വൈറ്റമിൻസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. Vitamins are essential nutrients required in small quantities for the growth and health of our body. ഇപ്പോൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ മതി, കൂടുതൽ അളവിലൊന്നും വേണ്ട ഉള്ള ന്യൂട്രിയൻസിനാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അപ്പോൾ അച്ഛൻ പറയുന്നു, ഡോക്ടർ, മൈ സൺസ് ഗം ബ്ലീഡ്സ് വെനവർ ഹി ബ്രഷസ് ഹിസ് ടീത്ത് ആൻഡ് ച്യൂ സോളിഡ് ഫുഡ്, വാട്ട് ഈസ് ദ റീസൺ? അപ്പം എൻ്റെ മകന് പല്ല് തേക്കുമ്പോഴും നല്ല കട്ടിയുള്ള ആഹാര വസ്തുക്കൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരുന്ന അതെന്താ കാരണം എന്ന് നോക്കിയാണ്. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് ഇത് വരുന്നത്. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കണം എന്ന് പറയണം. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ഡോക്ടർ, അതർ വൈറ്റമിൻ എ ലൈക്ക് എ, ബി, എ, വൈറ്റമിൻ എയും ബിയും അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ സംശയം നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 15 എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ വൈറ്റമിൻസും അതിൻ്റെ സിഗ്നിഫിക്കൻസും ഫങ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈറ്റമിൻ എ മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് ഐസ്, സ്കിൻ ആൻഡ് ഹെയർ. കണ്ണ്, സ്കിന്ന്, അതേപോലെ ഹെയർ, ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ വേണം. വൈറ്റമിൻ ബി എന്ന് പറയുന്നത് മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് ബ്രെയിൻ, നെർവ്സ്, ഹാർട്ട് ആൻഡ് സ്കിന്ന്. അതായത് തലച്ചോറ്, നാഡികൾ, ഹാർട്ട്, ഹൃദയം, സ്കിന്ന്, ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വൈറ്റമിൻ ബി ആണ് വേണ്ടത്. ഇനി അടുത്ത വൈറ്റമിൻ സി ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്, ഗം, ബ്ലഡ് വെസൽസ് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. പല്ല്, മോണ, ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? വൈറ്റമിൻ സി വേണം. ഇനി വൈറ്റമിൻ ഡിയോ? വൈറ്റമിൻ ഡി ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ഫോർ ഇമ്മ്യൂണിറ്റി. എല്ലുകളുടെ സംരക്ഷണത്തിനൊക്കെ നമുക്ക് എന്താ വേണ്ടത്? വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഇ പ്രോപ്പർ ഫങ്ഷൻ ഓഫ് നെർവ്സ്. നെർവ്സ് എന്ന് പറഞ്ഞാൽ നാഡികൾ, അതിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻ ഇ ആവശ്യമാണ്. വൈറ്റമിൻ കെ എന്ന് പറയുന്ന ബ്ലഡ് ക്ലോട്ടിങ് ആൻഡ് വെൻ വൂൺസ് ഒക്കെ. ഇപ്പോൾ നമ്മുടെ മുറിവൊക്കെ ഉണ്ടാകുമ്പം രക്തം കട്ട പിടിക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ സഹായിക്കുന്ന എന്താണ്? വൈറ്റമിൻ കെ ആണ്. അപ്പോൾ ഓരോ വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ, ഇതിന് ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും പഠിച്ചു വെക്കുക. ഇനി വിച്ച് വൈറ്റമിൻസ് ആർ എസെൻഷ്യൽ ഫോർ ഹെൽത്ത് ഓഫ് ദ സ്കിന്നിന് ആവശ്യമായിട്ടുള്ളത് ഏതാണ്? നമ്മൾ ഇവിടെ പഠിച്ചല്ലേ, ഏതാണ്? വൈറ്റമിൻ എ. ഇവിടെ ഫസ്റ്റ് തന്നെ ഉണ്ട്. വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കെ ഇഫ് യു ഡോണ്ട് ഗെറ്റ് ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി നമുക്ക് നല്ലവണ്ണം കിട്ടിയില്ലെങ്കിൽ അത് എന്തിനാണ് ബാധിക്കുക? ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്. ബോൺസിൻ്റെയും ടീത്തിൻ്റെയും രോഗപ്രതിരോധ ഇമ്മ്യൂണിറ്റിയെയും അത് ബാധിക്കും. ഓക്കെ, വൈറ്റമിൻ ഡി ആൻഡ് ബി കോംപ്ലക്സിനെ കുറിച്ച് കുറച്ചൊരു കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ വൈറ്റമിൻ ഡി നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടും. അതൊരു ക്വസ്റ്റ്യനാണ്. വൈറ്റമിൻ ഡി സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നൊരു വൈറ്റമിനാണ്. അതേപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് പല അസുഖങ്ങളും വരും. അതിൻ്റെ പേരാണ് റിക്കറ്റ്സ്. റിക്കറ്റ്സ് എന്ന് പറയുന്ന വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ ബി എന്ന് പറയുന്ന ഒരു കൂട്ടം വൈറ്റമിനാണ്. 8 തരം ബി വൈറ്റമിൻ്റെ കൂട്ടാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്.
ഓക്കെ. വിച്ച് വൈറ്റമിൻ ഈസ് എസെൻഷ്യൽ ഫോർ ഐ ഹെൽത്ത്? കണ്ണിൻ്റെ ഹെൽത്തിന് വൈറ്റമിൻ എ ആണ്. വിച്ച് വൈറ്റമിൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കിൻ ഹെൽത്ത്? വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ ബി. വാട്ട് ഈസ് ദ റോൾ ഓഫ് വൈറ്റമിൻ ഡി ഇൻ ദ ബോഡി? നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡിയുടെ പങ്ക് എന്താണ്? വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻസ് ബോൺ ആൻഡ് ടീത്ത് ഹെൽത്ത് ആൻഡ് സപ്പോർട്ട്സ് ഇമ്മ്യൂണിറ്റി. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇനഫ് വൈറ്റമിൻ ഡി? വൈറ്റമിൻ ഡി നമുക്ക് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? യു മേ എക്സ്പീരിയൻസ് വീക്കൻഡ് ബോൺസ്, ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഓസ്റ്റിയോപൈറോസിസ് ആൻഡ് പ്യുവർ ഇമ്മ്യൂണിറ്റി. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വൈറ്റമിൻ ഡി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എല്ലുകളുടെ വളർച്ച, അതേപോലെ ഓസ്റ്റിയോപൈറോസിസ് എന്ന് പറഞ്ഞാൽ എല്ലുകളുടെമായി ബന്ധപ്പെട്ട രോഗമാണ്. അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. വിച്ച് വൈറ്റമിൻ ഹെൽപ്സ് വിത്ത് ബ്ലഡ് ക്ലോട്ടിങ്? ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈറ്റമിൻ്റെ പേരാണ് വൈറ്റമിൻ കെ. ഓക്കെ. ഇനി ദ ഇമ്പോർട്ടൻസ് ഓഫ് വൈറ്റമിൻ. അപ്പോൾ നമ്മുടെ ഒരു സയൻസ് ഡയറിയിൽ എഴുതാനുള്ളൊരു ആൻസറാണ് പേജ് നമ്പർ 15 നമുക്ക് എന്താ എഴുതാം? വൈറ്റമിൻസ് ആർ വൈറ്റൽ ഇൻ ഫോർ ഓൾ ഓവറോൾ ഹെൽത്ത്, പ്ലേയിങ് യൂണിക് റോൾസ് ഇൻ മെയിൻറ്റെയിൻ അവർ വെൽബീയിങ്. കീ വൈറ്റമിൻസ് ഇൻക്ലൂഡ് വൈറ്റമിൻ എ ഫോർ ഐസ് ആൻഡ് സ്കിൻ ആൻഡ് ഹെയർ, vitamin B for brain, nerves, heart and skin, vitamin C for teeth, gums and immunity, vitamin D for bones and immunity, vitamin E for nerve function, vitamin K for blood clotting. അപ്പോൾ ആ വൈറ്റമിൻസിനൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇതൊക്കെ കഴിക്കുന്നത് എന്ന് എന്താണ് പറയുന്നത്? A balanced diet rich vitamin is crucial for preventing deficiencies and promoting optimal health. By prioritizing vitamin intake, we can support our bodily function and reduce the risk of health issues. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ സയൻസ് ഡയറിയിൽ എഴുതുക. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. എന്താണ്? വാട്ട് ആർ സം വൈറ്റമിൻ റിച്ച് ഫുഡ്സ്? വൈറ്റമിൻ റിച്ച് ഫുഡ്സ് ഏതൊക്കെയാണ്? മുരിങ്ങ ലീവ്സ്, സ്പിനാച്ച്, ഗോവ, പപ്പായ ആൻഡ് മാംഗോ. What are healthy fats important in our diet? Healthy fats are necessary for the absorption of fat soluble vitamins like vitamin A, D, E, K. അപ്പോൾ രണ്ട് തരം വൈറ്റമിൻസ് ഉണ്ട്. ഒന്ന് ഫാറ്റിൽ ലയിക്കുന്ന ഫാറ്റ് സോല്യൂബിളും അതേപോലെ വാട്ടർ സോല്യൂബിളും. അപ്പം ഫാറ്റിൽ ലയിക്കുന്നതാണ് എ ഡി ഇ കെ, അതേപോലെ വാട്ടർ സോല്യൂബിളാണ് വൈറ്റമിൻ ബി ആൻഡ് സി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വൺ ടൈപ്പ് ഓഫ് വൈറ്റമിൻസ് ആർ വൈറ്റമിൻ എ ഡി ഇ കെ. എ ഡി ഇ കെ എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റിൽ സോളുബിളാണ്, ഫാറ്റിലെ അതിലേക്കുള്ളൂ. അതേപോലെ വൈറ്റമിൻ ബിയും സിയും വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്തത് എന്താണ്? മിനറൽസ് ആണ്. മിനറൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് ന്യൂട്രിയൻസ് ആണ് മിനറൽസ് ഇൻ ഫുഡ്. ഓക്കെ. അപ്പോൾ ഒരു ഇതിൽ പറയുന്നുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകുക, എല്ലാവരും ഓഡിറ്റോറിയം എത്തണം എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ്. അപ്പോൾ എന്തിനാണ് കുട്ടികൾക്ക് അയൺ ഗുളിക നൽകുന്നത്? അയൺ ഈസ് എ മിനറൽ. അയൺ എന്ന് പറയുന്ന ഒരു മിനറലാണ്. Such kind of minerals are essential for the proper growth and health of body. അപ്പോൾ അതൊക്കെ എന്തിനാവശ്യമാണ്? ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത് വളരെ അത്യാവശ്യമാണ്. വിച്ച് ആർ മിനറൽസ് റിക്വയർഡ് ഫോർ അവർ ബോഡി? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ടേബിളിലുണ്ട്. ഒന്നാമത്തേത് അയൺ. അയണിൽ അടങ്ങിയ ഭക്ഷണം ലീഫി വെജിറ്റബിൾസ്, ജാഗരി, ഫിഷ്, ലിവർ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ഫോർമേഷന് എന്ത് ആവശ്യമാണ്? അയൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയൺ ഹീമോഗ്ലോബിന് ആയിട്ട് ബ്ലഡിൽ ഹീമോഗ്ലോബിനായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഇനി അടുത്തത് കാൽസ്യമാണ്. കാൽസ്യം അടങ്ങിയ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് എഗ്ഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾ, ഫിഷാണ്. ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ്, ടീത്ത് ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. നെക്സ്റ്റ് അയഡിൻ സീ ഫുഡിലാണ്. ഹെൽപ്സ് ഇൻ ഫങ്ഷനിങ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. ഇത്രയാണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വിച്ച് മിനറൽ ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്? അപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മിനറൽസ് ഏതാണ്? അയൺ ആണ്. വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു ഗെറ്റ് ദി മിനറൽ? ഈ മിനറൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം? അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലീഫി വെജിറ്റബിൾ, ജാഗരി, ഫിഷ്, ലിവർ. ഇനി അടുത്തത് വൈ ഷുഡ് വി ഈറ്റ് സീ ഫുഡ്? നമ്മൾ എന്തിനാണ് സീ ഫുഡ് കഴിക്കുന്നതെന്ന്? എന്തിനാണ്? ഹെൽപ്സ് ഇൻ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തിന് എന്ത് വേണം? സീ ഫുഡ് കഴിക്കണം. വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് അവോയ്ഡ് എഗ്ഗ്, മിൽക്ക് ആൻഡ് ലീഫി വെജിറ്റബിൾ? എഗ്ഗും മിൽക്കും ലീഫി വെജിറ്റബിളൊന്നും നമ്മൾ കഴിക്കുന്നില്ല, ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ്?
ഈ ഫോർമേഷൻ ഓഫ് ബോൺസിൻ്റെ കാര്യത്തിനൊക്കെ രക്തം കട്ട പിടിക്കാതിരിക്കും. അങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ മിനറൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയേൺ, കാൽസ്യം, അയോഡിൻ ആണ്. അയേൺ എസെൻഷ്യൽ ഫോർ ഹീമോഗ്ലോബിൻ ഫോർമേഷൻ, കാൽസ്യം ക്രൂഷ്യൽ ഫോർ ബോൺ ആൻഡ് ടീത്ത് ഫോർമേഷൻ, ബ്ലഡ് ക്ലോട്ടിംഗ്, അയോഡിൻ സപ്പോർട്ട്സ് തൈറോയിഡ് ഗ്ലാൻഡ്. ഇനി ഓരോന്നിൻ്റെ ഫുഡ് സോഴ്സസ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അയേൺ ലീഫി വെജിറ്റബിൾ, ജാഗരി, ഫിഷ്, ലിവർ. കാൽസ്യം അടങ്ങിയിരിക്കുന്ന എഗ്ഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾ, ഫിഷ്. അയോഡിൻ സീ ഫുഡ്സ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് മിനറൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു. മിനറൽസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഓവറോൾ ഹെൽത്ത് ആൻഡ് സപ്പോർട്ടിംഗ് ഗ്രോത്ത്. ദേ ഹെൽപ്പ് ഇൻ വാരിയസ് ബോഡി ഫങ്ഷൻ ഫ്രം ഫോമിംഗ് ഹെൽത്തി ബോൺസ് ആൻഡ് ടീത്ത് ടു റെഗുലേറ്റ് തൈറോയിഡ് ഫങ്ഷൻ. ഇനി ഹെൽത്ത് ഇഷ്യൂസ് ഡ്യൂ ടു മിനറൽ ഡെഫിഷ്യൻസി. അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് അനീമിയ വരും, വീക്ക്നെസ് വരും. കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വീക്കൻഡ് ബോൺസ്, ടീത്ത്, പല്ലും എല്ലൊക്കെ ദുർബലമായി പോകും, പെട്ടെന്ന് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അയഡിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് തൈറോയിഡ് പ്രോബ്ലംസ്. അതൊക്കെ ഓർമ്മയിൽ വെക്കുക. ഓരോന്നിൻ്റെ ഡെഫിഷ്യൻസി തീർച്ചയായും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് മിനറൽ ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിൽ ഹീമോഗ്ലോബിനെ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്? അയൺ ആണ്. ഇനി അടുത്ത വാട്ട് ഫുഡ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു ഗെറ്റ് ദീസ് മിനറൽസ്. ടു ഗെറ്റ് അയൺ ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസ്, include leafy vegetables, jaggery, fish and liver in your diet. ഇതിപ്പം നമ്മൾ പറയുന്നത് പേജ് നമ്പർ 17ലാണ്. വൈ ഷുഡ് വി ഈറ്റ് സീ ഫുഡ്? സീ ഫുഡ് എന്തിനാണ് കഴിക്കുന്നത്? വി ഷുഡ് ഈറ്റ് സീ ഫുഡ് ബിക്കോസ് ഇറ്റ് ഈസ് റിച്ച് സോഴ്സ് ഓഫ് അയോഡിൻ. എന്തുകൊണ്ടാണ് അത് റിച്ച് സോഴ്സ് ഓഫ് അയോഡിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വിച്ച് സപ്പോർട്ട്സ് ദ ഫങ്ഷൻ ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആര് വേണം? അയോഡിൻ വേണം. അതുകൊണ്ട് നമുക്ക് സീ ഫുഡ് അത്യാവശ്യമാണ് നമ്മൾ കഴിക്കുന്നത്. ഇനി അടുത്തത് വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് വി അവോയ്ഡ് എഗ്, മിൽക്ക് ആൻഡ് ലീഫി വെജിറ്റബിൾസ്. പേജ് നമ്പർ 17ലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഇതെന്താണ്? കാൽസ്യം ഡെഫിഷ്യൻസി ലീഡിങ് ടു വീക്കൻഡ് ബോൺസ് ആൻഡ് ടീത്ത്, പൊട്ടൻഷ്യൽ ഇഷ്യൂസ് വിത്ത് ബ്ലഡ് ക്ലോട്ടിംഗ്, പോസിബിൾ ഡെഫിഷ്യൻസി ഇൻ അതർ എസെൻഷ്യൽ ന്യൂട്രിയൻസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ്. നമ്മൾ നേരത്തെ വൈറ്റമിൻസും സോഴ്സസും ഒക്കെ പറഞ്ഞു. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അത് സൺലൈറ്റിൽ നിന്ന് വരുന്നതാണ്. എസെൻഷ്യൽ ഫോർ ബോൺ, ടീത്ത് ആൻഡ് ഹെൽത്ത്. ഡെഫിഷ്യൻസി ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ബി-കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 8 വൈറ്റമിൻസ് ആണ്. ഇനി ഇവിടെ നമ്മളൊരു ടേബിൾ വിട്ടുപോയിട്ടുണ്ട്. വൈറ്റമിൻ എയുടെ ടേബിൾ ഐ തിങ്ക് ഇറ്റ് ഈസ് പേജ് നമ്പർ 60 ടേബിൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണ്? വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ ഏതൊക്കെയാണ്? ഫിഷ്, ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടാറ്റോ, പംകിൻ. വൈറ്റമിൻ ബി മട്ട, റൈസ്, സ്പിനാച്ച്, ഹോൾ ഗ്രെയിൻ ലെഗ്യൂംസ്. വൈറ്റമിൻ സി ഗൂസ്ബെറി, ലെമൺ, ഓറഞ്ച്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നെല്ലിക്ക, ഓറഞ്ച്, അങ്ങനെ പുളിയുള്ള സംഭവങ്ങളൊക്കെ വൈറ്റമിൻ സിയിൽ പെടും. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഫിഷ്, എഗ്ഗ്, ഫോർട്ടിഫൈഡ് ഡയറി പ്രോഡക്ട്സ്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് പീനട്ട്, ആൽമണ്ട്. വൈറ്റമിൻ കെ കാബേജ്, കോളിഫ്ലവർ, ലീഫി വെജിറ്റബിൾസ്. ഇനി എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ബാലൻസ്ഡ് ഡയറ്റ്? ഇൻക്ലൂഡിംഗ് എ വെറൈറ്റി ഓഫ് വൈറ്റമിൻ റിച്ച് ഫുഡ് ഇൻ അവർ ഡയറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ലെറ്റ് us prioritize ഹോൾ ഫുഡ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ. അപ്പോൾ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമുക്ക് എല്ലാത്തരം ഭക്ഷണവും വേണം അല്ലേ? ഇനി അടുത്തത് ഡെഫിഷ്യൻസി ഡിസീസസ് ആണ്. വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് അയൺ? അയൺ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? അനീമിയ ആണ്. വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് അവർ ഡയറ്റ് ടു പ്രിവെൻറ്റ് ഗോയിറ്റർ? ഗോയിറ്റർ ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം? സീ ഫുഡ്സ് കഴിക്കണം. ഓക്കെ, വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ടു പ്രിവെൻറ്റ് ഓസ്റ്റിയോപൈറോസിസ്? പൈറോസിസ് എന്ന് പറയുന്നത് ഓസ്റ്റിയോപൈറോസിസ് എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ അസുഖങ്ങളാണ്. അത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് കഴിക്കണം? എഗ്ഗ്, മിൽക്ക്, അതേപോലെ ലീഫി വെജിറ്റബിൾസ് നമ്മൾ കഴിക്കണം. വാട്ട് ആർ ദ അയൺ ടാബ്ലറ്റ്സ് സപ്ലൈഡ് ഇൻ സ്കൂൾസ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ ഡെഫിഷ്യൻസി ഡിസീസ് അനീമിയ? ഇപ്പോൾ നമ്മൾ അയൺ ടാബ്ലറ്റ് എന്താ സ്കൂളിൽ സപ്ലൈ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനീമിയ പോലെയുള്ള ഡെഫിഷ്യൻസി ഡിസീസസ് ഇല്ലാതിരിക്കാനാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ബനാന സ്റ്റെമ്മാണ്. അത് ബനാന സ്റ്റെം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബനാന സ്റ്റെമ്മിൽ ഒരുപാട് ഫൈബേഴ്സ് ഉണ്ട്. അതിൻ്റെ നമ്മൾ നടുക്കൊന്ന് നമ്മൾ നോക്കിയാൽ അതിൽ ഒരുപാട് ഫൈബേഴ്സ് ഉണ്ട്. ഫൈബേഴ്സ് ആർ ദ സെല്ലുലോസ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ് ബേസ്ഡ് ഫുഡ് വിച്ച് ക്യാൻ ബി ഡൈജസ്റ്റഡ് ബൈ അവർ ബോഡി. അപ്പോൾ നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതാണ്. ശരീരത്തിന് പെട്ടെന്ന് ദഹിപ്പിക്കാൻ കഴിയാത്തതായിരുന്ന ഒരു സെല്ലുലോസാണ് ഈ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അതൊരു ന്യൂട്രിയൻ്റ് അല്ല, പക്ഷേ നമ്മുടെ ഡൈജഷൻ എളുപ്പമാകുന്നതിന് ഈ ഫൈബേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്.
Why is it essential to include fibers in our diet? Fibers are cellulose obtained from plant-based food which can be digested by our body. Fibers are nutrient importance. However, fibers facilitate digestion and egestion of feces through the large intestine. Cereals with bran, leafy vegetables, banana stem, banana flower, etc. contain fiber in abundance. അപ്പോൾ ഫൈബർ അടങ്ങിയിരിക്കുന്ന ധാന്യങ്ങൾ സംഭവ ഫുഡ് ഐറ്റംസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് പേജ് നമ്പർ 20 ഒരു ക്വസ്റ്റ്യൻ. ഡിഡ് യു സീ ദ മാംഗോ സ്ലൈസസ് ആൻഡ് ദ സ്ട്രെയിൻഡ് മാംഗോ? മാമ്പഴം തന്നിട്ടുണ്ട്, മാമ്പഴ ജ്യൂസും വിച്ച് ഹാസ് മോർ ഫൈബർ? ഏതിനാണ് കൂടുതൽ ഫൈബർ എന്ന്? മാംഗോ സ്ലൈസ് കണ്ടെയ്ൻസ് മോർ ഫൈബർ ദാൻ സ്ട്രെയിൻഡ് മാംഗോ ജ്യൂസ്. മാംഗോ ജ്യൂസിനെക്കാട്ടും കൂടുതൽ ഫൈബേഴ്സ് ഉണ്ടാവുക മാങ്ങ കഷ്ണത്തിനായിരിക്കും. ഫൈബർ ഈസ് സൗണ്ട് ഇൻ ദ പൾപ്പ് ആൻഡ് സ്കിൻ ഓഫ് ഫ്രൂട്ട്സ്. വെൻ വി സ്ട്രെയിൻ മാംഗോ ജ്യൂസ് ദ സോളിഡ് പാർട്സ് ഇൻക്ലൂഡിങ് ദ ഫൈബർ ഈസ് റിമൂവ്ഡ്. അപ്പോൾ നമ്മൾ ജ്യൂസ് ആക്കുമ്പോൾ ആ ഫൈബർ കണ്ടൻറ്റൊക്കെ നമ്മൾ എന്താണ് അരിച്ചിട്ട് മാറ്റാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് പ്ലേറ്റ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഫുഡ് പ്ലേറ്റിൽ നമ്മൾ എത്രത്തോളം ഭക്ഷണം നമ്മുടെ ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെജിറ്റബിൾസ് എത്രയാണെന്നറിയോ? 400 grams വെജിറ്റബിൾസ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. വെജിറ്റബിൾസ് എത്ര കഴിക്കണം? 400 grams വെജ് നമ്മൾ കഴിക്കണം. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എത്രയാണ്? 100 gram കഴിക്കണം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും 100 gram. പിന്നെ നമ്മൾ പയറുവർഗ്ഗങ്ങൾ, ഫിഷ്, അതേപോലെ എഗ്ഗൊക്കെ നമുക്ക് 85 grams മതി. 85 grams മതിയേ. പിന്നെ പാല്, തൈര് ഒക്കെ 300 മില്ലി. പിന്നെ ഫാറ്റ് നമുക്ക് ആകെ 27 ഗ്രാമേ വേണ്ടൂ. പിന്നെ ധാന്യങ്ങൾ 260 gram ആണ് വേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടതെന്നാണ് വെജിറ്റബിൾസ് ആണ് നമ്മുടെ ഭക്ഷണത്തിൽ പകുതിയോളം നമ്മൾ കഴിക്കേണ്ടത്. ഓക്കെ, അതാണ് ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഫുഡ് പ്ലേറ്റ് ഉണ്ടാവേണ്ടത്. ഇനി ലഞ്ച് ആൻഡ് കാലറി. ഇപ്പം ലഞ്ചിൻ്റെ കാലറി എത്രയാണ്? നമ്മൾ സ്കൂളിലൊക്കെ ഫുഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ലഞ്ചിൻ്റെ കാലറി എത്ര? കാലറി എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണത്തിൻ്റെ ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പം റൈസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന എന്തിലൊക്കെയാണ്? റൈസിലുണ്ട്, ടാപ്പിയോക്കയിലുണ്ട്, പൊട്ടാറ്റോയിലുണ്ട്. ഫാറ്റ് ഉള്ളത് ഫിഷ്, ഗീ, കോക്കനട്ട് ഓയിലാണ്. വൈറ്റമിൻ ഗൂസ്ബെറി, പപ്പായ, വെജിറ്റബിൾസ് ആണ്. മിനറൽസ് ലീഫി വെജിറ്റബിൾ, സീ ഫുഡ്. പ്രോട്ടീൻ ഗ്രീൻ ഗ്രാം, എഗ്ഗ്, മീറ്റ്. ഇത് നമ്മൾ ആകെ കൂടെ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മളിന്ന് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്, അതേപോലെ തന്നെ ഈ 5 എണ്ണമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ വാട്ട് ആർ ദ പോസിബിലിറ്റി ഫോർ ദ ലോസ് ഓഫ് ന്യൂട്രിയൻസ് വൈൽ കുക്കിംഗ്? കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂട്രിയൻസ് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? വാഷിംഗ് വെജിറ്റബിൾസ് ആഫ്റ്റർ കട്ടിംഗ് ദം. കുക്കിംഗ് വെജിറ്റബിൾസ് അൺകവേർഡ് കോസസ് ലോസ് ഓഫ് വിറ്റമിൻസ് സച്ച് ആസ് വിറ്റമിൻ ബി ആൻഡ് സി. അപ്പോൾ നമ്മൾ പിന്നെ വൈറ്റമിൻ സിയും ബിയും ഉള്ളതൊക്കെ നമ്മൾ കവർ ചെയ്യാണ്ട് കുക്ക് ചെയ്യുമ്പോൾ നഷ്ടപ്പെടും. വെൻ ദ വാട്ടർ ഫ്രം കുക്ക്ഡ് ഫുഡ് ഈസ് സ്ട്രെയിൻഡ് ഓർ കോസസ് ഓഫ് ലോസ് ഓഫ് ന്യൂട്രിയൻസ്. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ അരിച്ച് മാറ്റുന്നത് എന്താണ്? അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ പോവുകയാണ്. ഓവർ കുക്കിംഗ് ഓഫ് വെജിറ്റബിൾസ്. അതേപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ നമ്മൾ ഓവർ കുക്ക് ചെയ്താൽ നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടപ്പെടും. അങ്ങനെ 5 കേസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലെറ്റസസ് ആണ്. ലെറ്റസസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ന്യൂട്രിയൻസ് ആൻഡ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ ദം ഇൻ പ്ലെൻറ്റി ആർ ഗിവൺ ബിലോ. മാച്ച് ദം ഡ്രോയിങ് ലൈൻസ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഏതുമായിട്ട് കണക്ട് ചെയ്യാം? സെറിയൽസ്. മിനറൽസ് ലീഫി വെജിറ്റബിൾ. ഫാറ്റ് ഓയിൽസ് ആണ്. പ്രോട്ടീൻ പൾസസ് ആൻഡ് എഗ്സ് ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഹെൽത്ത് ഇഷ്യൂ ഫേസ്ഡ് ബൈ എ പേഴ്സൺ ഹു ഡസൻറ്റ് ഈറ്റ് ഫുഡ് കണ്ടെയ്ൻ അയോഡിൻ? അയോഡിൻ ഇല്ലാത്ത ഒരാൾക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂ എൻ്റെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണോ, അനീമിയ ആണോ, റിക്കറ്റ്സ് ആണോ, ഗോയിറ്റർ ആണോ? ആൻസർ ഡി ആണ്, ഗോയിറ്റർ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അവർ ബോഡി കാൺ ഡൈജസ്റ്റ് ഫൈബർ. ഇഫ് സോ വൈ ഈസ് ഇറ്റ് സെഡ് ദാറ്റ് വി ഷുഡ് ഈറ്റ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ ഫൈബർ? നമ്മുടെ ബോഡിക്ക് ഫൈബർ കണ്ടൻറ്റ് ആവശ്യമില്ല, പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഫൈബർ ഫെസിലിറ്റേറ്റ് ഡൈജഷൻ ആൻഡ് ഈജഷൻ ഓഫ് ഫീസസ് ത്രൂ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പം നമ്മുടെ ആഹാരം നല്ലോണം ഡൈജസ്റ്റ് ചെയ്യാനും ആവശ്യമില്ലാത്ത വസ്തുക്കൾ പുറന്തള്ളാനും നമുക്ക് എന്ത് വേണം? ഫൈബേഴ്സ് വേണം. ഇനി അടുത്ത എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ,
which nutrient is required for health of teeth? From which food items do we get these nutrients? ആവശ്യമായിട്ടുള്ള ഏതാണ്? കാൽസ്യം ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. കാൽസ്യമാണ്. കാൽസ്യം കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? എഗ്ഗ്, മിൽക്ക്, അതേപോലെ ലീഫി വെജിറ്റബിൾസ്, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കാൽസ്യം കിട്ടുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടീച്ചർ ഗേവ് മീ എൻ അയൺ ടാബ്ലറ്റ് ടുഡേ ബട്ട് ഐ ഡിഡ്ന്റ് ഈറ്റ്. ഡു യു എഗ്രി വിത്ത് അരുണ? വൈ? ടീച്ചർ എനിക്കിന്നൊരു അയൺ ടാബ്ലറ്റ് തന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല. അത് ശരിയാണോ? എന്താണ് നമുക്ക് ആൻസർ ചെയ്തേണ്ടത്? ശരിയല്ലല്ലേ? നോ. അയൺ ഈസ് നെസസറി ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. അയൺ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ അത്യാവശ്യമാണ്. അയൺ ടാബ്ലറ്റ്സ് ആർ സപ്ലൈഡ് ഇൻ സ്കൂൾസ് ടു പ്രിവെൻറ്റ് ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ വിച്ച് കോസസ് അനീമിയ. അപ്പോൾ ഈ അനീമിയ തടയാനാണ് ഈ അയൺ ടാബ്ലറ്റ്സ് കൊടുക്കുന്നത്. ലാസ്റ്റ് വൺ. Vitamins and minerals are required by our diet in lesser quantities. Vitamins, minerals നമുക്ക് ചെറിയ എമൗണ്ടിൽ മതി. And it is enough to include small quantities of food items which obtain them in our diet. This is a child's opinion. Do you agree with this? Why? അപ്പോൾ നമുക്ക് ഇത് അഗ്രി നോട്ട് അഗ്രി ബിക്കോസ് ദ ബോഡി ഓൺലി നീഡ്സ് എ സ്മോൾ എമൗണ്ട് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. നമ്മുടെ ബോഡിക്ക് കുറഞ്ഞ അളവിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ മതി. ഹൗവർ ഇഫ് ദേ ആർ നോട്ട് ഓൾവേസ് ഇൻ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഡെഫിഷ്യൻസി ഡിസീസസ് റിലേറ്റഡ് ടു ദുമ്മ ഒക്കെ. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഏകദേശം നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓൺലൈൻ ക്ലാസ് എന്ന ചാനലിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.